The first step towards achieving your dreams is having the right coach. Get the best education with Chemistry Tips Education and make your chemistry-based exam dreams come true. Download the app now. അടുത്ത നമ്മൾ പറഞ്ഞതാണ് ഉത്കൃഷ്ടവാതകങ്ങളെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞതാണ്. ഇനി ഇവിടെ കുറച്ച് ഉത്കൃഷ്ടവാതകങ്ങളും അവയുടെ ആപ്ലിക്കേഷൻസുമാണ് പറയുന്നത്. അതായത് ഹീലിയം സാന്ദ്രത വളരെ കുറഞ്ഞ വാതകമായതിനാൽ അവ എന്ത് ചെയ്യുന്നു? കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നു. ഹീലിയത്തിൻ്റെ സാന്ദ്രത വളരെ കുറഞ്ഞതിനാൽ അവ കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നുണ്ട്. നിയോൺ വാതകം ഡിസ്ചാർജ് ലാബുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിയോണിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡിസ്ചാർജ് ലാബുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇനർട്ട് ഗ്യാസ് ഏതാണ്? നിയോണാണ്. അടുത്തത്, വൈദ്യുത ബൾബിലെ ഫിലമെൻറ്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ ആർഗോൺ വാതകം നിറയ്ക്കാറുണ്ട്. ആർഗോൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വൈദ്യുത ബൾബിലെ ഫിലമെൻറ്റ് ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് അവയിൽ നമ്മൾ എന്ത് ഫില്ല് ചെയ്യും? ആർഗോൺ വാതകം നിറയ്ക്കും. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇനേർട്ട് ഗ്യാസാണ് റെഡോൺ. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകവും ഏതാണ്? റെഡോൺ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം, പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് ക്രമാവർത്തന പ്രവണതകൾ. അപ്പോൾ നമ്മുടെ എലമെൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഓരോ ഗ്രൂപ്പിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം, പീരീഡിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എങ്ങനെയൊക്കെയാണ് വേരി ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് ആറ്റത്തിൻ്റെ വലിപ്പം. ഇവിടെ ഞാൻ താഴോട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെ സൈഡിലോട്ടാക്കിയേക്കുന്നത്. ആക്ച്വലി അത് താഴോട്ടുള്ളതാണ്. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം. അതിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഹൈഡ്രജന് ഔട്ടർമോസ്റ്റിൽ എത്ര ഷെല്ല്? 1 ഷെല്ല്. ലിഥിയത്തിന് എത്ര ഷെല്ല്? 2 ഷെല്ല്. സോഡിയത്തിന് 3, പൊട്ടാസ്യത്തിന് 4, റുബീഡിയത്തിന് 5. അതായത് താഴോട്ട് വരുംതോറും അവരുടെ അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പം പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് കാണാം. അങ്ങനെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ആ ഒരു ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഫിഗർ നോക്കിയിട്ട് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒരു പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും അറ്റോമിക് നമ്പർ കൂടി വരുന്നതനുസരിച്ച് ഷെല്ലിൻ്റെ എണ്ണവും കൂടുന്നു. സോ ആ ആറ്റത്തിൻ്റെ വലിപ്പം എന്ത് ചെയ്യും? കൂടി വരും. ഓക്കെ, അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലിപ്പവും കൂടി വരുന്നു. ക്ലിയർ ആണല്ലോ? തൊട്ട് താഴെ തന്നേക്കുന്നത് ഒരു പീരീഡിലെ വ്യത്യാസമാണ്. അതായത് ഒരു പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോവാണ്. ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ നോക്കി, ലിഥിയത്തിൻ്റെ ന്യൂക്ലിയസിൽ 3+ ആണ്, ബെർലിയത്തിൻ്റെത് 4+, ബോറോൺ 5+, കാർബൺ 6+, നൈട്രജൻ 7+, ഓക്സിജൻ 8+, ഫ്ലൂറിൻ 9+. അതെന്താണ്? അതിൻ്റെ ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. പിന്നെ ഇവരെല്ലാവരും ഉൾപ്പെടുന്നത് ഒരേ പീരീഡിലാണ്. ഒരേ പീരീഡിലായതുകൊണ്ട് തന്നെ അവരുടെ ഷെല്ലുകളുടെ എണ്ണവും തുല്യമാണ്. ലിഥിയത്തിന് 2 ഷെല്ലാണുള്ളത്, ബെർലിയത്തിനും 2, ബോറോണിനും കാർബണിനും നൈട്രജനും ഓക്സിജനും എല്ലാവർക്കും 2 ഷെല്ല് വീതാണുള്ളത്. പക്ഷേ അവരുടെ ന്യൂക്ലിയർ ചാർജ് പീരീഡിൻ്റെ എണ്ണം കൂടുന്തോറും, അതായത് ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല. ഷെല്ലിൻ്റെ എണ്ണം തുല്യമാണ്, പക്ഷേ ആ ന്യൂക്ലിയർ ചാർജ്, ആ ഒരു പോസിറ്റീവ് സെൻറ്ററിലുള്ള ആ ഒരു പോസിറ്റീവ് ചാർജ് കൂടി വരുന്നുണ്ട്. ആ പോസിറ്റീവ് ചാർജ് കൂടുമ്പോഴെന്താ സംഭവിക്കുക? അത് പുറത്ത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിനെ കൂടുതലായിട്ട് അതിൻ്റെ അടുത്തേക്ക് ആകർഷിക്കും. സെൻറ്ററിൽ പോസിറ്റീവ് ചാർജ് കൂടി വരുന്നതനുസരിച്ച് പുറത്ത് റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ്, അതായത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ അതിൻ്റെ അടുത്തേക്ക് ആകർഷിക്കും. അങ്ങനെ ആകർഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി അവരുടെ സൈസ് കുറഞ്ഞു വരും. ഇതാണ് ഒരു പീരീഡിൽ സംഭവിക്കുന്നത്. പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടും. ആ ന്യൂക്ലിയസ് ഔട്ടർമോസ്റ്റ് റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ കൂടുതലായിട്ട് അതിൻ്റെ അടുത്തേക്ക് ആകർഷിക്കും. സോ സൈസ് എന്ത് ചെയ്തു വരും? ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു വരും. ക്ലിയർ ആണല്ലോ? പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ഇതനുസരിച്ച് ന്യൂക്ലിയസിന് ബാഹ്യതമ
ഷെല്ലിലുള്ള ഇലക്ട്രോണിന് മേലുള്ള ആകർഷണ ബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. പിരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. എന്തുകൊണ്ടാണ്? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നു. സോ ആറ്റത്തിൻ്റെ വലിപ്പവും കൂടുന്നു. ഒരു പിരീഡിലാണെങ്കിൽ ഷെല്ലിൻ്റെ എണ്ണം തുല്യമാണ്, അവിടെ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നില്ല. അതനുസരിച്ച് ന്യൂക്ലിയർ പക്ഷെ എന്ത് കൂടുന്നുണ്ട്? ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കൂടും. സോ ആ ആറ്റത്തിൻ്റെ വലിപ്പം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടേം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അറ്റോമിക ആരം. ഓക്കെ, ന്യൂക്ലിയർ റേഡിയസ്. അറ്റോമിക ആരം എന്താണ്? ഒരു ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരമാണ് ആ ആറ്റത്തിൻ്റെ അറ്റോമിക ആരം എന്ന് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരമാണ് അറ്റോമിക ആരം. ഓക്കെ, ആറ്റത്തിൽ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അറ്റോമിക ആരവും കൂടുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അറ്റോമിക ആരത്തിന് എന്ത് വ്യത്യാസം വരും? കൂടി വരും. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ മുതൽ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരമാണ് അറ്റോമിക ആരം എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം കേട്ടോ അത്. ഇനി അയോണീകരണ ഊർജം, അയണൈസേഷൻ എനർജി. അയോണീകരണ ഊർജം എന്താണ്? അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരു മൂലകത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ആ മൂലകത്തിൻ്റെ ഊർജമാണ് അയോണീകരണ ഊർജം. അതായത് ബാഹ്യതമ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ ഊർജമാണ് അയോണീകരണ ഊർജം. ഡെഫിനിഷൻ ഒന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കുക. ബാഹ്യതമ ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യണം? അതിൽ നിന്ന് റിമൂവ് ചെയ്യിച്ചുകൊണ്ട് വരാൻ വേണ്ടി നമ്മൾ എത്ര എനർജി കൊടുക്കണോ അതിനെയാണ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. ഇപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11 അതായത് 281 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്ലോറിൻ്റെതോ 17 ദാറ്റ് ഇസ് 287. അതാണ് ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ സോഡിയം എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് Na+ ആയിട്ട് മാറും. സോഡിയം അയോണായിട്ട് മാറും. ക്ലോറിൻ എന്ത് ചെയ്യും? ഈ വരുന്ന ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് Cl- ആയിട്ട് മാറും. ക്ലോറൈഡ് അയോണായിട്ട് മാറും. അപ്പം സോഡിയം അയോണും ക്ലോറൈഡ് അയോണുമാണ് ഉണ്ടാകുന്നത്. ആറ്റത്തിൽ നിന്ന് ഈ ഒരു സോഡിയം ആറ്റത്തിൽ നിന്ന് ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ എത്ര എനർജി കൊടുക്കണമോ അതാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെന്താണ് ഒരു പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് ഗ്രൂപ്പിലും പീരീഡിലും അയോണൈസേഷൻ എനർജിക്ക് എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്ന് നോക്കിയാൽ, ഒരു പീരീഡിൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായിട്ട് മാറാനുള്ള ആ ഒരു കഴിവിനെയാണ് അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അയോണീകരണ ഊർജ്ജം 2 പ്രധാനപ്പെട്ട ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതായത് അതിൻ്റെ ന്യൂക്ലിയർ ചാർജിനെയും ഓരോ എലമെൻസിൻ്റെയും ന്യൂക്ലിയർ ചാർജിനെയും ആറ്റത്തിൻ്റെ വലിപ്പത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അയോണീകരണ ഊർജ്ജം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ന്യൂക്ലിയർ ചാർജ്, 2 ആറ്റത്തിൻ്റെ വലിപ്പം, സൈസ് ഓഫ് ആറ്റം. അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു? നമ്മൾ പീരിയോഡിക് ടേബിളിൽ നിന്ന് മനസ്സിൽ കണ്ടു നോക്കി. നമ്മളൊരു ഗ്രൂപ്പ് എടുത്തു. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ നമ്മൾ പഠിച്ചു ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്തു വരും? കൂടി വരും. മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരും. അപ്പോൾ ഏറ്റവും താഴെയുള്ള ഗ്രൂപ്പ്, ഏറ്റവും താഴെയുള്ള ആ എലമെൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ്. ആ സെൻറ്റർ ന്യൂക്ലിയസിന് ഏറ്റവും പുറത്തെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുമായിട്ടുള്ള അട്രാക്ഷൻ അത്രയും കുറവാണ് അവിടെ, അല്ലേ? സൈസ് കൂടുന്തോറും ആ ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോണുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു വരും. അപ്പോൾ ഏറ്റവും താഴെ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും താഴെയുള്ള ഒരു എലമെൻറ്റിന് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അത്രയും കുറവാണ് എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊരു ഇലക്ട്രോണിനെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തൂടെ? അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ,
അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു, ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു. അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഇലക്ട്രോണിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതായത് അതിൻ്റെ അയണൈസേഷൻ എനർജി കുറവാണ്. എന്നാൽ തിരിച്ച് പീരീഡിൻ്റെ കേസ് എടുത്താലോ, പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു വരും. അതായത് ആ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും തമ്മിൽ അത്രയും അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അവിടെ നിന്ന് നമുക്കൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യിക്കുക എന്ന് വെച്ചാൽ കുറേ എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കൂടുന്നു, ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുന്നു, ആറ്റത്തിൻ്റെ വലിപ്പം കുറയുമ്പോൾ അയോണീകരണ ഊർജ്ജം കൂടുന്നു. ഓക്കെ, ഇനി ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോഴോ അവിടെയും ഇത് തന്നെയാണ്. ന്യൂക്ലിയർ ചാർജ് കൂടുക എന്ന് വെച്ചാൽ ആറ്റത്തിൻ്റെ സൈസ് കുറയുക എന്നർത്ഥം. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കൂടുന്നു. ഓക്കെ, ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ എന്തെന്ന് വിളിക്കും? ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് വിളിക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്തായി? പോസിറ്റീവ് അയോണായി. ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് മൂലകങ്ങളാവുന്നതിനാൽ ലോഹങ്ങളെ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് വിളിക്കും. അതുപോലെ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് അയോണും ആവാം. ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളാകുന്നത് ആരാണ്? അലോഹങ്ങളാണ്. ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങളെ എന്ത് പറയും? ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ എന്ന് പറയും. ലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവും അലോഹങ്ങൾ ഇലക്ട്രോ നെഗറ്റീവും. ഇത് പറയാൻ കാര്യം ലോഹങ്ങളുടെ സ്വഭാവം, അതായത് മെറ്റാലിക് ക്യാരക്ടർ ഫ്രം ഒരു ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ എന്തെന്ന് വിളിക്കും? ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് വിളിക്കും. ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങളെ എന്തെന്ന് വിളിക്കും? ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ എന്ന് വിളിക്കും. ദെൻ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും എന്താ സംഭവിക്കുക? ആറ്റത്തിൻ്റെ വലിപ്പം കൂടും. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ആകാനുള്ള പ്രവണത കൂടും. കാര്യം ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും, ന്യൂക്ലിയസുമായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ആകാനുള്ള ആ ഒരു പ്രവണത എന്ത് ചെയ്യും? കൂടും. അപ്പോൾ എന്താ സംഭവിക്കുക? ലോഹ സ്വഭാവം, അതായത് മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ആകാനുള്ള പ്രവണത കൂടുന്നു എന്ന് വെച്ചാൽ എന്താണ്? ലോഹ സ്വഭാവം കൂടുന്നു. ഇനി ഒരു പീരീഡിന്റെ കേസ് എടുത്താലോ, ഒരു പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആറ്റത്തിന്റെ വലിപ്പം കുറയും. അതായത് അയോണീകരണ ഊർജം കൂടും. പോസിറ്റീവ് അയോൺ ആകാനുള്ള പ്രവണത കുറയും, ലോഹ സ്വഭാവം കുറയും. ഓക്കെ, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ആവാനുള്ള പ്രവണത കൂടുന്നു, ലോഹ സ്വഭാവം കൂടുന്നു. ഒരു പീരീഡിൽ ഇടത് നിന്ന് വലത്തേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു, അയോണീകരണ ഊർജം കൂടുന്നു. അതായത് ഇലക്ട്രോണിനെ വിട്ടു തരാനുള്ള ഊർജം വളരെ കൂടുതലാണ്. ഇലക്ട്രോൺ റിമൂവ് ചെയ്യിക്കാൻ നമ്മൾ അത്രത്തോളം എനർജി കൊടുക്കണം. സോ പോസിറ്റീവ് അയോൺ ആകാനുള്ള പ്രവണത കുറയുന്നു, അതായത് ലോഹ സ്വഭാവം കുറയുന്നു. ഈ ലോഹ സ്വഭാവം പഠിച്ചു വെച്ചാൽ അലോഹ സ്വഭാവം ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ലോഹ സ്വഭാവം കൂടുന്നിടത്ത് അലോഹ സ്വഭാവം എന്ത് സംഭവിക്കും? കുറയും. ലോഹ സ്വഭാവം കുറയുന്നിടത്ത് അലോഹ സ്വഭാവം കൂടും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. അലോഹ സ്വഭാവം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഗ്രൂപ്പിൽ എന്താ സംഭവിക്കുക? മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും അലോഹ സ്വഭാവം കുറയുന്നു. പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുന്തോറും അലോഹ സ്വഭാവം കൂടുന്നു. ക്ലിയർ ആണല്ലോ? ഏതെങ്കിലും ഒരെണ്ണം തറവായിട്ട് പഠിച്ചു വെച്ചാൽ മതി. അലോഹ സ്വഭാവം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അലോഹ സ്വഭാവം കുറയുന്നു. പീരീഡിൽ ഇടത് നിന്ന് വലത്തേക്ക് പോകുമ്പോൾ അലോഹ സ്വഭാവം കൂടുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡെഫിനിഷനും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇവിടെ പറയുന്നില്ല. ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെ വേരി ചെയ്യും? ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. ഒരു ഇലക്ട്രോണിനെ അതിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യിക്കാൻ സാധിക്കും. അട്രാക്റ്റീവ് ഫോഴ്സ്, ന്യൂക്ലിയസുമായിട്ടുള്ള ഇലക്ട്രോണിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്. എപ്പോൾ? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ വലിപ്പം കൂടുന്നു, അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്. ഒരു ഇലക്ട്രോണിനെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും കുറഞ്ഞു വരും. ഒരു പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. ഓക്കെ, അപ്പോൾ
ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വേരിയേഷൻ എങ്ങനെയാണ്? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു, പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി ചോദിക്കാറുണ്ട് കേട്ടോ, കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ വേരിയേഷൻ ട്രെൻഡ്സ് അത് ഓർത്തിരിക്കണം. അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് ഉപലോഹങ്ങൾ. ഉപലോഹങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ കാണിക്കുന്നവയാണ് ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആന്റിമണി, ടെലൂറിയം. അത്രയും ഉപലോഹങ്ങളാണ്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നവയാണ് ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ അതെല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഒരു ടേബിളിലാക്കിയേക്കാണ്. ഈ ഒരു ടേബിൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് മാറ്റിയും തിരിച്ചും ചോദിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു ടേബിൾ നിങ്ങൾ തറവായിട്ട് പഠിച്ചു വെക്കുക. എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ആറ്റത്തിൻ്റെ വലിപ്പം, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ആറ്റത്തിൻ്റെ വലിപ്പം ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടുന്നു, പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കുറയുന്നു. അതേപോലെ തന്നെയാണ് ലോഹ സ്വഭാവവും. ലോഹ സ്വഭാവം എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു, പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കുറയുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അലോഹ സ്വഭാവം. മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും കുറയുന്നു, ഗ്രൂപ്പിൽ ഇടത് നിന്നും വലത്തോട്ട് പോകുന്തോറും കൂടുന്നു. അയോണീകരണ ഊർജ്ജം, അത് നിങ്ങൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത് കേട്ടോ, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഒരിക്കലും തെറ്റുണ്ടാവില്ല. അയോണീകരണ ഊർജ്ജത്തിന് എന്താ സംഭവിക്കുക? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും കുറയുന്നു, പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുന്തോറും കൂടുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റിയും അയോണീകരണ ഊർജ്ജം പോലെ തന്നെയാണ്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു, പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. എളുപ്പത്തിൽ പഠിക്കുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ വലിപ്പവും ലോഹ സ്വഭാവവും മാത്രമാണ് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടുന്നത്, ബാക്കിയെല്ലാം കുറയുന്നു. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കട്ടെ. ബൈഹാർട്ട് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. മനസ്സിലാക്കി പഠിച്ചാൽ മതി. അയോണീകരണ ഊർജ്ജവും ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നു, അതുകൊണ്ട് തന്നെ അയോണീകരണ ഊർജ്ജവും ഇലക്ട്രോനെഗറ്റിവിറ്റിയും കുറയുന്നു. പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ രണ്ടും കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു.